ശരിക്കും ആഷിഖും ജിൻസി ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് കർത്താവ് തന്നെയായിരിക്കും ഇതൊക്കെ. ടോമെ അവരുടെ അടുത്ത് ഒന്ന് പറയാം. ഞാൻ പറയട്ടോ, ബോസ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് അവരടുത്ത് പറയണ്ട. ബോസ് ക്ഷമിച്ചു എന്ന് മാത്രം പറഞ്ഞത്, അല്ലെങ്കിൽ ചിലപ്പോ കസേര തലയിലിട്ടിട്ട് അവിടെ നിന്ന് ചാടി നിരങ്ങും തലേ കൂടെ. പിന്നെ ബോസിന്റെ വെയിറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ പറയാം, ബോസ് ഒരുപാട് ശ്രമിച്ചപ്പോഴത്തേക്ക് ഓക്കെ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചു എന്ന് പറയാം. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ സമ്മതിപ്പിച്ചാണെന്ന് പറഞ്ഞു. അത് മതി. ആഷിഖ്, ജിൻസി, നിങ്ങൾ പോവാണ്. നമ്മള് ഇറങ്ങി സാർ. അല്ല തൽക്കാലം കുഴപ്പമില്ല. ഐ ഡി കാർഡ് തിരിച്ചെടുത്തിട്ടോ. നീ പ്രശ്നമൊന്നും ഉണ്ടാക്കൂലല്ലോ. പ്രശ്നം ഉണ്ടാക്കൂലോ ബോസ്. അതിനല്ല, നിങ്ങൾ ആ പറഞ്ഞത് എൻ്റെ മനസ്സിൽ കൊണ്ട് കേട്ടോ. ഈ ദുഃഖത്തിലും സന്തോഷത്തിലായാലും നമ്മളെല്ലാവരും സ്റ്റാഫുകളൊക്കെ കൂടെ നിൽക്കണം. അവരാണ് ശരിക്കുള്ള സൗഹൃദം എന്നൊക്കെ നിങ്ങൾ പറയില്ലേ. അത് ശരിക്കും നിങ്ങളെപ്പോലത്തെ സ്റ്റാഫുകളുടെ ഈ കമ്പനിയുടെ ഒരു ഐശ്വര്യം കേട്ടോ. ജോലി പോയില്ല. അപ്പൊ അത്ര മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളിവിടെ ഒരാഴ്ച കാണത്തില്ല, അതുകൊണ്ട് പുതിയതായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയേക്കത് രണ്ടുപേരും കേട്ടല്ലോ. അവള് പറഞ്ഞാട്ടല്ലോ, അവള് തിരിച്ചു വരുമ്പോൾ ഇതുപോലെ തന്നെ കാണണം. ഇവിടെ ഓഫീസ് ഇവിടെ കാണും. ഞാൻ നോക്കിക്കോളാം. എന്തോ സിംഗിളാണോ? അതെ. ഓക്കെ. നാണം കൊണ്ട് നിൽക്കാൻ വയ്യ.